الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له هو الأول والآخر والظاهر والباطن وهو على كل شيء قدير وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും സ്നേഹവും ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു ആ സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ നൽകി അനുഗ്രഹിച്ച ഒരു പ്രദേശമാണ് ഈ കടവത്തൂർ എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഉള്ളിലൂടെ ഒരുപാട് പഴയ സംഭവങ്ങൾ തികട്ടി മറിയുന്നുണ്ടാകും. പൊതുവെ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം തന്നെ അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ ഒരു പ്രദേശം. ഇവിടെയുള്ള ആളുകൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരാണ്, പുറം ലോകം നന്നായി അറിയുന്നവരാണ്. അവർക്കറിയാം നമ്മുടെ നാടിൻ്റെയും മറ്റു നാടുകളുടെയും ഒക്കെ ഇടയിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം കുറച്ചുകൂടി കൂടുതൽ അനുഭവിക്കുന്നവരും ആസ്വദിക്കുന്നവരുമാണ് നിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിലെ 112-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ആ വചനം വായിക്കുമ്പോൾ ഓരോ കടവത്തൂരുകാരനും തോന്നിപ്പോകും, ഇത് ഞങ്ങളുടെ നാടിനെ കുറിച്ചാണോ പറഞ്ഞത്. വദറബല്ലാഹു മസലൻ ഖറിയ, അല്ലാഹു ഒരു നാടിനെ കുറിച്ച് ഉദാഹരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ഉദാഹരണം കേവല ഉദാഹരണമാവുകയില്ല. കാരണം അല്ലാഹുവാണ് ഈ നാടുകളെയൊക്കെ സൃഷ്ടിച്ചവൻ. ഈ നാടുകളിലൊക്കെ വ്യത്യസ്തമായ നിഅമത്തുകൾ വാരി വിതറിയവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിൻ്റെതാണ് ഉപമ. കാനത്ത്, ആ നാടിൻ്റെ പ്രത്യേകത ആമിന, അത് സുരക്ഷിതമാണ്. മുത്മഇന്ന, ശാന്തമാണ്. യഅ്തീഹാ റിസ്ഖുഹാ റഗദൻ, അതിലെ
ആ നാട്ടിലെ ആവശ്യത്തിനുള്ള എല്ലാ വിഭവങ്ങളും ആ നാട്ടിലേക്ക് സമൃദ്ധമായി യഥേഷ്ടം വന്നുകൊണ്ടിരിക്കും. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും തോന്നും, ഇവിടെയുള്ള ഓരോരുത്തർക്കും തോന്നും നമ്മുടെ നാടിനെ കുറിച്ചാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നിഅമത്തുകളുണ്ട്, എണ്ണിയാൽ ഒതുങ്ങാത്ത നിഅമത്തുകൾ അല്ലേ. സമ്പത്ത് നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനമാണ്. ആരോഗ്യം നിഅമത്തുകളിൽ വളരെ പ്രധാനമാണ്. സുരക്ഷിതത്വം, നിർഭയത്വം, സന്താനങ്ങൾ, നല്ല കുടുംബം, അതിലേറെ ഒക്കെ വലുതായത് നല്ല ദീൻ. ഈ പ്രദേശത്തിന് അങ്ങനെ ഒരു പാരമ്പര്യം കൂടിയുണ്ട്. ഒരുപാട് മഹാപണ്ഡിതന്മാർ ഈ പ്രദേശത്തു കൂടെ കടന്നുപോയിട്ടുണ്ട്. ഇവിടെ ജീവിക്കുകയും വളരുകയും ഈ പ്രദേശത്തിന് ആവശ്യമായ ആത്മീയമായ വിഭവങ്ങൾ നൽകുകയും ചെയ്ത വലിയ മഹാന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതൊക്കെ അല്ലാഹു നൽകിയ നിഅമത്തുകളാണ്. ഈ പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത് ഒരു നല്ല മനുഷ്യൻ രോഗിയായി കിടക്കുമ്പോൾ ഞാൻ കാണാൻ വന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം സൂറത്ത് ഇബ്രാഹിമിലെ 34-ാമത്തെ വചനം എന്നെ ഓർമ്മിപ്പിച്ചു. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ, നിങ്ങൾ ചോദിച്ചതൊക്കെ നിങ്ങൾക്ക് നൽകി. വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, അദ്ദേഹം പറഞ്ഞ വാചകം അതായിരുന്നു, ചോദിച്ചതൊക്കെ തന്നു. ഇപ്പോൾ ചോദിച്ചതിനേക്കാൾ അധികം തന്നു. നിഅമത്തുകൾ, അള്ളാഹു നൽകിയ നിഅമത്തുകൾ എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. മറ്റൊരിക്കൽ അള്ളാഹു പറഞ്ഞു, വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. സൂറത്തു നഹ്ലിലാണ്. അള്ളാഹു നൽകിയ നിഅമത്തുകളെ എണ്ണിയാൽ കണക്കാക്കാൻ കഴിയില്ല. തുടർന്ന് പറഞ്ഞൊരു വാചകം, അതാണ് ഓർക്കേണ്ട പ്രധാനപ്പെട്ടത്. ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനും. എന്തുകൊണ്ടായിരിക്കണം അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു വാചകം പറഞ്ഞത്? സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞത്, ഈ നിഅമത്തുകളെ ഓർമ്മിപ്പിച്ചിട്ട് പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. തീർച്ചയായും മനുഷ്യൻ മഹാ അക്രമിയാണ്, മഹാ നന്ദി കെട്ടവനാണ്. നോക്കൂ, അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് മുഴുവൻ, ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചത് മുഴുവൻ നമുക്ക് വേണ്ടിയാണ്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, എല്ലാം അങ്ങനെയാണ് അള്ളാഹു പ്രസ്താവിക്കുന്നത്. ഒന്നും അവയ്ക്ക് വേണ്ടിയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പുഴയും അതിലുള്ള വെള്ളം കുടിക്കുന്നില്ല, മനുഷ്യരാണ് അല്ലെങ്കിൽ സൃഷ്ടികളാണ് വെള്ളം കുടിക്കുന്നത്. ഒരു കടലും അതിലുള്ള മത്സ്യം ഭക്ഷിക്കുന്നില്ല, മനുഷ്യരാണ് ഭക്ഷിക്കുന്നത്. ഒരു മരങ്ങളും അവയുടെ പഴങ്ങൾ ഭക്ഷിക്കുന്നില്ല. എല്ലാം അങ്ങനെയല്ലേ. സൂര്യൻ അതിനു വേണ്ടിയല്ല ഉദിക്കുന്നത്, ചന്ദ്രൻ അതിനു വേണ്ടിയല്ല ഉദിക്കുന്നത്. ഒരു പൂ പോലും അതിൻ്റെ സുഗന്ധം അതിനു വേണ്ടിയല്ല, അതിൻ്റെ ഭംഗി അതിനു വേണ്ടിയല്ല. ആലോചിച്ചു നോക്കൂ, ഒരു പാല് തരുന്ന മൃഗവും അതിൻ്റെ അകിടുകളിൽ നിന്ന് പാൽ ചുരത്തുന്നത് അതിന് കുടിക്കാനല്ല. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സംവിധാനിച്ചതാണ്. ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി എണ്ണി ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ചിന്തിക്കാവുന്ന രീതിയിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ചിന്തിക്കാൻ ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ ചിന്താഭാഗം പോകുന്നത് യഥാർത്ഥത്തിൽ ഒരൊറ്റ കാര്യത്തിലാണ്. അത് വഴിവിട്ട് ചിന്തിക്കാനല്ല, ഏതെങ്കിലും രൂപത്തിൽ ചിന്തിച്ച് തെറ്റിപ്പോകാനുമല്ല, മറിച്ച് ഒറ്റ കാര്യത്തിനാണ്. വമിൻ ആയാതിഹി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ കാണാം അള്ളാഹുവിൻ്റെ
ദൃഷ്ടാന്തങ്ങൾ എണ്ണി എണ്ണി പറയുന്നിടത്ത് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ ചിന്തിക്കാനൊക്കെ പറയുന്നത് ഒറ്റ കാര്യത്തിന്, അത് ലഅല്ലക്കും തഷ്കുറൂൻ, ലഅല്ലക്കും തഷ്കുറൂൻ. മനുഷ്യനിൽ നിന്നുണ്ടാകേണ്ടത് ശുക്റാണ്. വമിർ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാർ. അല്ലാഹുവിൻ്റെ കാരുണ്യമാണ് രാവും പകലും. നമുക്കറിയില്ല, ആ കാരുണ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ആലോചിച്ചിട്ടില്ല. അല്ലാഹു ചോദിക്കുന്നുണ്ട്, മുഴുവൻ സമയവും രാത്രിയായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്, മുഴുവൻ സമയവും പകലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. അള്ളാഹു പറയുന്നത് ലിതസ്കുനൂ ഫീഹി, രാത്രി തന്നത് നിങ്ങൾക്ക് സമാധാനമടയാൻ വേണ്ടിയാണ്. രാത്രി ഒരു സമാധാനത്തിനുള്ള സമയമാണ്. പകല് തന്നത് വലിതബ്തഗൂ മിൻ ഫദ്ലി, അള്ളാഹുവിൻ്റെ ഫദ്ല് വാരി വിതറിയിട്ടുണ്ട്, അത് അന്വേഷിച്ച് കണ്ടെത്തണം, അതിനാണ്. എന്നിട്ടൊരു വാചകം പറഞ്ഞു, വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ ശുക്റുള്ളവരാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. ശുക്രില്ലാത്ത മനുഷ്യൻ മനുഷ്യനല്ല. ഒരുപാട് സ്ഥലത്ത് അള്ളാഹു ഇത് പറയുന്നുണ്ട്. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി വന്നഹാറ മുബ്സിറ. അള്ളാഹു തന്നെയാണ് നിങ്ങൾക്ക് സായുജ്യമടയാൻ രാവിനെ തന്നത്, നിങ്ങൾക്ക് അധ്വാനിച്ച് കണ്ടെത്താൻ പകലിനെ തന്നത്. ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസ്, അള്ളാഹു ജനങ്ങളോട് വല്ലാതെ ഔദാര്യം ചെയ്യുന്നവനാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് നമ്മൾ അനുഭവിക്കുന്നതൊക്കെ. വലാകിന്ന അക്തറന്നാസി ലാ യഷ്കുറൂൻ, പക്ഷേ ഭൂരിഭാഗം മനുഷ്യരും ശുക്ർ കാണിക്കാത്തവരാണ്. നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ അനുഭവിച്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അനുഭവിച്ച, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കുന്നവരായി നാം മാറിയിട്ടുണ്ടോ? എല്ലാ ഇസ്ലാമിലെ ഇബാദത്തുകൾ മുഴുവൻ ആ ശുക്രിന് വേണ്ടിയുള്ളതാണ്, അതിനു വേണ്ടിയുള്ളതാണ്. റമദാൻ വരാൻ പോകുന്നു, റമദാൻ പോലും ശുക്രിന് വേണ്ടിയുള്ളതാണ്. ഓർക്കുന്നില്ലേ, കാലിൽ നീര് വരാവുന്ന അത്ര നിന്ന് നമസ്കരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം ആലോചിച്ചു. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ച തൻ്റെ പ്രിയ പത്നിക്ക് മറുപടി പറഞ്ഞത് അഫലാ അകൂനു അബ്ദൻ ശകൂറ. നമ്മൾ ആലോചിക്കണം, ആരായി പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എനിക്ക് ഒരു ശുക്റുള്ള, നന്ദിയുള്ള അടിമയാകണ്ടേ, അതിനു വേണ്ടിയാണ് ഇബാദത്തുകൾ പോലും, അതിനു വേണ്ടിയാണ്. പക്ഷെ മനുഷ്യന്റെ സ്വഭാവം, മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് പറയുന്നു, വഖലീലും മിൻ ഇബാദിയ ശകൂർ, ഈ ശുക്റുള്ളവർ എൻ്റെ അടിമകളിൽ വളരെ വിരളമായിരിക്കും. നമ്മൾ ആലോചിക്കേണ്ടത് ആ വിരളമായിരിക്കും, കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതിൽ പെടാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഠിനമായി പ്രയത്നിക്കേണ്ടത്, അതിനു വേണ്ടിയാണ്. അത് നമുക്ക് വേണ്ടിയാണ്. അള്ളാഹ്ക്ക് നമ്മുടെ താങ്ക്സ് കിട്ടേണ്ട ഒരു കാര്യമില്ല, നമുക്ക് വേണ്ടി മാത്രമാണ്, നമുക്ക് വേണ്ടി മാത്രം. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഒരാൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ അത് അവന് വേണ്ടിയാണ്. അള്ളാഹുവിന് നമ്മുടെ നന്ദി വാചകങ്ങൾ ആവശ്യമേയില്ല, നന്ദി വാചകങ്ങൾ ആവശ്യമേയില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ നന്ദി നമ്മൾ എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കണം, അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. 3 രീതിയിൽ നമ്മിൽ നിന്ന് നന്ദി ഉണ്ടാകേണ്ടതുണ്ട്. ഒന്നാമത്തേത് ശുക്റുൽ ഖൽബാണ്, ഹൃദയത്തിൽ നിന്ന് നന്ദി ഉണ്ടാകും. ഹൃദയമാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. ബാക്കിയുള്ളിടത്തേക്കൊന്നും അള്ളാഹു നോക്കൂല, എവിടേക്കും നോക്കൂല. അള്ളാഹ് നോക്കുമെന്ന് പറഞ്ഞ ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് നമ്മുടെ ഹൃദയമാണ്. എങ്ങനെയാണ് ഹൃദയത്തിനകത്ത് നന്ദി രൂപപ്പെടുത്തേണ്ടത്, ശുക്ർ രൂപപ്പെടുത്തേണ്ടത്? ഒറ്റ കാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ എനിക്ക് എൻ്റെ റബ്ബ് നൽകിയതാണ് എന്ന ഉത്തമമായ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവുക. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഏതൊക്കെ നിഅമത്ത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ
എവിടുന്ന് കിട്ടി? ഫമിനല്ലാഹ്. നമ്മൾ തെറ്റിപ്പോകുന്നത് ഏറ്റവും കൂടുതൽ ഇതിലാണ്. നമ്മൾ പറയും പലപ്പോഴും, നാവിലുണ്ടാകും ഈ വാചകം, പക്ഷെ നാവിലല്ല റബ്ബിന് വേണ്ടത്, ഹൃദയത്തിനകത്തത് ഉണ്ടാകണം. അള്ളാഹു നോക്കൂ, നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയാണ്. അപ്പൊ ആ നന്ദി, നമ്മുടെ ഈ രീതിയിലുള്ള ഒരു നന്ദി ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വീണ്ടും വീണ്ടുമുള്ള അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ ശുക്ർ കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. റബ്ബ് ശക്തമായ പറഞ്ഞു. പക്ഷേ ആ ശുക്ർ എവിടെ കാണണം? റബ്ബ് നോക്കുന്ന സ്ഥലത്ത് ശുക്ർ ഉണ്ടാകണം. അതാണ് ഹൃദയം. അവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകാറുള്ളത്. നിങ്ങൾ ആലോചിക്കും, നമ്മുടെ ഇബാദത്തുകൾ, ഞാൻ പറഞ്ഞ ഇബാദത്തുകൾ പോലും ശുക്റിനുള്ളതാണ്. പക്ഷേ ഇബാദത്തുകൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ വൃത്തിയോടും ഭംഗിയോടും കൂടിയാണ്. എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും, ഇബാദത്തുകൾ സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് വേണം എന്ന്. ഈ ഇഖ്ലാസിൻ്റെ സ്ഥലം എവിടെ? ഹൃദയമാണ്. ആ ഇഖ്ലാസ് എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എങ്ങനെ ഇഖ്ലാസ് ഉണ്ടാകണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കൽ മാശി അല റം, ഒരു മണലിലൂടെ നടക്കുന്നവനെ പോലെയാണ്. മണലിലൂടെ നടന്നത് എന്താ? ശബ്ദം ഉണ്ടാവില്ല, തിരിഞ്ഞു നോക്കിയാൽ അടയാളം കാണും. ഇതായിരിക്കണം നമ്മുടെ എല്ലാ അമലുകളുടെയും അടിസ്ഥാനം. അതാണ് ഇഖ്ലാസ്. നമ്മുടെ ഹൃദയത്തിനകത്ത് അല്ലാഹുവിനെ നോക്കിയാൽ ഇങ്ങനെ കാണണം, ഈ മനുഷ്യൻ ഇത് ചെയ്തിട്ടുള്ളത് റബ്ബിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ്, വേറെ ഒന്നും അതിന്റെ പിന്നിലില്ല. അതാണ് ഖൽബ് കൊണ്ടുള്ള ശുക്ർ എന്ന് പറയുന്നത്. നമ്മൾ പരിശോധിക്കണം. നമുക്ക് പരിശോധിക്കാൻ പറ്റിയ അവസരമാണ്. റമദാനിലേക്ക് പ്രവേശിക്കാൻ പോവാണ്, അവ പരിശോധിക്കാൻ പറ്റിയ അവസരമാണ്. രണ്ടാമത്തേത് സഹോദരങ്ങളെ, ശുക്റുൽ ലിസാൻ, നാവ് കൊണ്ടുള്ള ശുക്ർ. വഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്. എത്ര തവണയാ കേട്ടത്? വഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്. അർത്ഥറിയാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ, കേൾക്കാത്ത പ്രശ്നമില്ല. നീ നിന്റെ റബ്ബിന്റെ നിഅ്മത്തിനെ കുറിച്ച് സംസാരിക്കണം. ഹദീസ് സംസാരിക്കണം. നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കാറ്? നിങ്ങൾ ആലോചിച്ചു, റബ്ബിന്റെ നിയമത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ടോ? ഒറ്റയ്ക്കിരുന്ന് ഹദ്ദിസ് നഫ്സക അവ്വലൻ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വിവരിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് വേണ്ടത് എന്ന്. നിങ്ങൾ ആദ്യം നിങ്ങളോട് സംസാരിക്കുക. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒന്ന് സംസാരിക്കുക നിങ്ങളോട്. എന്നാ ഇല്ലല്ലോ അല്ലേ? ഒറ്റയ്ക്കിരിക്കും ഒരു 5 മിനിറ്റ് ഒരു ദിവസം. എന്നിട്ട് നിന്നോട് പറയും എന്തൊക്കെ നിഅ്മത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ശരിക്ക് ശുക്ർ ഇങ്ങനെ വരും, പുറത്തേക്ക് വരും. ആ ശുക്ർ റബ്ബ് ഇങ്ങനെ കാണും. നമ്മുടെ കുടുംബത്തോട് സംസാരിക്കണം. വീട്ടിൽ കുടുംബത്തെ വിളിച്ചു വരുത്തി സംസാരിക്കണം. അള്ളാഹു എന്തൊക്കെ നമുക്ക് തന്നത് അല്ലേ? നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറില്ലേ? വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ വിഭവങ്ങളുടെ രുചിക്കപ്പുറം, അതല്ലെങ്കിൽ നാട്ടിലെ കേവല ഏതെങ്കിലും നിസ്സാരമായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷനുകൾക്കപ്പുറം ഇതാണ്ടാണ്ടത്. സംസാരിക്കണം. അല്ലേ? എന്തുമാത്രം വലിയ ഓരോന്നും അങ്ങനെയാണ് സഹോദരന്മാരെ. ഓരോന്നും അള്ളാഹു നൽകിയ ഓരോന്നിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും കഥ പറയുന്നുണ്ട് സൂറത്തുൻ നംലിൽ. അത്യത്ഭുതകരമാണ് ആ കഥ, നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. അവിടെ ദാവൂദ് നബിയും സുലൈമാൻ നബിയും ഒന്നിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. വഖാല അൽഹംദുലില്ലാഹ് അല്ലദീ ഫദ്ദലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. ഈ പള്ളിയിൽ ഇത്ര മനോഹരമായി പുനർനിർമ്മാണം നടത്തി സംവിധാനിച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ഒരു വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടിയ ഈ സമയത്ത് ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും പറയേണ്ട ഒരു വാചകമാണ് അൽഹംദുലില്ലാഹ് അല്ലദീ ഫദ്ദലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. ഈ ലോകത്തുള്ള ഒരുപാട് മുഅ്മിനുകളെക്കാൾ ഞങ്ങൾക്ക് ഫദ്ദലന
ഞങ്ങൾക്ക് സവിശേഷത നൽകിയില്ലേ റബ്ബേ നിനക്ക് അൽഹംദുലില്ലാഹ്. ഇത് സുലൈമാൻ നബിയും ദാവൂദ് നബിയും പറഞ്ഞതാണ്. നമുക്ക് പറയാൻ വേണ്ടിയാണ്, നമ്മൾ അത്തരത്തിലുള്ളവരാകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവം നമുക്ക് വിവരിച്ചു തരുന്നു. നമ്മൾ പറയണം. ഓരോ അൽഹംദുലില്ലയും അറിയണം. ഓരോ അൽഹംദുലില്ലയും അത് നാവിൽ നിന്ന് വരുന്ന സാധനമാകരുത്. ഹൃദയത്തിൽ അനുഭവിച്ച അനുഗ്രഹത്തിന് നന്ദി സൂചകമായി വരണം അൽഹംദുലില്ലാഹ്. നമ്മളിപ്പോ മറന്നുപോവുകയാണ്. നമുക്ക് ആ വാക്ക് മാത്രം നമ്മൾ എടുത്തില്ല, വേറൊക്കെ പലതുണ്ട്. സാധാരണ വല്ലാത്ത വാക്കാണ് ഈ അൽഹംദുലില്ലാഹ് എന്ന പദം. അള്ളാഹു നമുക്ക് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയുന്നത്? ഇപ്പം അത് പറയാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ പദം ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ സാധിക്കണം. മൂന്നാമത്തേത്, നാവല്ലാത്ത ശരീരത്തിലെ മറ്റെല്ലാ അവയവങ്ങളെ കൊണ്ടുമുള്ള ശുക്ർ. അതെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ നാവുകൊണ്ടുള്ള ശുക്രയെ പഠിച്ചിട്ടുള്ളൂ പോരാ. അതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി വന്നത്. നന്ദി പറയണം, താങ്ക്സ് പറയണം എന്നൊക്കെ എല്ലാവർക്കും അറിയും. അതിൻ്റെ അപ്പുറത്തൊന്നുണ്ട്. അള്ളാഹു അതാണ് ആവശ്യപ്പെടുന്നത്. ഇമാം അബു ഹാസിം റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഈ കാര്യം വിവരിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ ശുക്റുൽ ഐനൈൻ, എൻ്റെ 2 കണ്ണുകളെ കൊണ്ട് ഞാൻ ചെയ്യേണ്ട ശുക്ർ എന്താണ്? അദ്ദേഹം പറഞ്ഞ മറുപടി, ഇദാ റഅയ്ത ബിഹിമാ ഖൈറൻ അലംതഹു വഇദാ റഅയ്ത ബിഹിമാ ശർറൻ സതർതഹു. ആലോചിക്കണം. നമ്മൾ പല എക്സിബിഷനുകളിലൊക്കെ പോകുമ്പോൾ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടികളുടെ എക്സിബിഷൻ കണ്ടിട്ട് വല്ലാതെ എന്തോ ആകാറുണ്ടല്ലേ? നമ്മൾ ചിന്തിക്കണം. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ആ കണ്ണുകൊണ്ട് നന്മ കണ്ടാൽ അത് പരസ്യപ്പെടുത്തണം, തിന്മ കണ്ടാൽ അത് മറച്ചു വെക്കണം. സത്തർ അതൊരു കലയാണ്, മുസ്ലിമിൻ്റെ മാത്രം കല. അള്ളാഹുവിൻ്റെ പേരാണ് സത്താർ. നമ്മൾ എവിടെയുള്ളത് ഒന്ന് ചിന്തിച്ചു. നമ്മൾ എവിടെയാണ്? മുസ്ലിം ഉമ്മത്ത് എവിടെയാണുള്ളത് ഈ വിഷയത്തിൽ? നമുക്ക് നോക്കൂ, സത്താർ എന്ന അള്ളാഹുവിന്റെ ഇസ്മ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്തപ്പോ എനിക്കും സത്താർ ആകണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അള്ളാഹു അസ്മാഉല്ലാഹിൽ ഹുസ്നയും അള്ളാഹുവിന്റെ സിഫാത്തുകളും പരിചയപ്പെടുത്തിയത് റബ്ബിനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല. റബ്ബ് ആഗ്രഹിക്കുന്നു അതിൽ ചിലത് മനുഷ്യരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുണ്ടാകണം. അതിൽപ്പെട്ടതാണ് സത്താർ. ഇത് നമുക്ക് പരസ്യപ്പെടുത്താൻ ഇഷ്ടമാണ്. ആളുകളുടെ ന്യൂനതകൾ പരസ്യപ്പെടുത്താൻ നമ്മുടെ മുമ്പിലുണ്ടാകും. നന്മകൾ പറയാൻ നമ്മളില്ല. തിരിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മസ്തുർ ഔറാതി വആമിൻ റൗആതി. അല്ലാഹുമ്മസ്തുർ ഔറാതി, അല്ലാഹുവേ എൻ്റെ കാണാൻ പാടില്ലാത്ത കേൾക്കാൻ പാടില്ലാത്ത വല്ലതും എൻ്റെ ജീവിതത്തിൽ വന്നെങ്കിൽ നീ എനിക്ക് മറച്ചു വെച്ച് തരണമേ എന്ന്. നമ്മളോ നമുക്ക് അതകല്ല, അല്ല ചെയ്താൽ മതി. അബൂ ഹാസിം റഹിമഹുല്ലാഹയോട് ചോദിച്ചു, വമാ ശുക്റുൽ ഉദ്നൈൻ, ചെവി കൊണ്ടുള്ള ശുക്ർ എന്താ? ചെവി കൊണ്ടും ശുക്റുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇദാ സമിഅത ബിഹിമാ ഖൈറൻ വഅയ്തഹു വഇദാ സമിഅത ബിഹിമാ ശർറൻ ദഫൻതഹു. ഈ ചെവി കൊണ്ട് നീ നന്മ കേട്ടാൽ അത് നീ ഉൾക്കൊള്ളണം, പകർത്തണം. തിന്മ കേട്ടാൽ അതിനെ നീ കബറടക്കണം, ഒഴിച്ചുകൂടണം. പുറത്തേക്ക് വരുന്നത് തിന്മ വരാൻ പാടില്ല. ശ്രദ്ധിക്കണം എല്ലാവരും. അദ്ദേഹത്തോട് ചോദിച്ചു, ഫമാ ശുക്റുൽ യദൈൻ, കൈകളുടെ ശുക്ർ എന്താ? അദ്ദേഹം പറഞ്ഞു, അല്ലാ തഅഖുദ ബിഹിമാ മാ ലൈസ ലക് വലാ തംന ഹഖൻ ഹുവ ലില്ലാഹ്. നിനക്ക് അവകാശമില്ലാത്ത ഒന്നും നീ സ്പർശിക്കരുത്. നിന്റെ കൈകളിൽ മറ്റുള്ളവരുടെ വല്ല അവകാശവും ഉണ്ടെങ്കിൽ അത് കൊടുത്തു വിടണം. ശ്രദ്ധിക്കണം എല്ലാവരും. നമ്മുടെ കീശയിൽ അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ നമ്മുടേതാണെന്ന് പറഞ്ഞ പലതും ഉണ്ട്. നമ്മുടേതല്ല, നമുക്കറിയാം നമ്മുടേതല്ല. കൊടുത്ത് തീർക്കണം. അത് അവകാശികൾക്ക് കൊടുക്കണം. നമ്മുടേത് മാത്രം നമ്മൾ വെക്കണം. അതാണ് ശുക്ർ. ഫമാ ശുക്റുൽ ബത്ൻ, വയറിന്റെ ശുക്ർ എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അൻ യകൂന അസ്ഫലുഹു സബ്റൻ വഅഅലഹു ഇൽമൻ. വയറിന്റെ ഏറ്റവും താഴെ സബ്ർ വേണം, ഏറ്റവും മുകളിൽ ഇൽമ വേണം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അടിയിൽ സബ്ർ വേണം. നമുക്കിന്ന് തീരെ ഇല്ലാത്തൊരു സാധനമാണ് സബ്ർ.
നമ്മളതിനെ ക്ഷമ 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 എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്താന്നും കൂടി അവർക്ക് മനസ്സിലാകാതെ പോയി. സബർ വേണം അല്ലേ? ഇന്നെല്ലാവരും പറയാൻ തുടങ്ങിയിട്ട് ഒരു പള്ളിയുടെ മെമ്പറിനൊന്നും പറയേണ്ട കാര്യമല്ല ഭക്ഷണത്തിലെ സബർ എന്താ എന്ന്. എല്ലാവരും വളരെ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ആ ബോധത്തിലേക്ക് ആളുകൾ വരുന്നുണ്ട്. പക്ഷെ നമ്മളെന്നാലും നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ രംഗത്ത് വല്ലാത്ത ഇസ്രാഫ് വന്നുപോയി, അതിർക്കവിയൽ വന്നുപോയി. പല പരിപാടികളും അങ്ങനെ ആയിപ്പോയി. വരരുത് സഹോദരന്മാരെ, ശ്രദ്ധിക്കണം. അത് വയറ് കൊണ്ടുള്ള ശുക്രാണ്. ഫമാ ശുക്രുൽ ഫർജ്. തുടർന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ലൈംഗികാവയവങ്ങളുടെ ശുക്ർ എന്താണ്? അദ്ദേഹം വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ. ഭയങ്കര വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ. അവരുടെ ലൈംഗികാവയവങ്ങളെ അവർ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കണം. അത് കഴിഞ്ഞല്ലോ ബാക്കി പറയാൻ ഓരോന്നും സഹോദരന്മാരെ, ഓരോന്നും നോക്കൂ. ഞാൻ ചിലത് മാത്രമാണ് എണ്ണിയത്. മനുഷ്യ ശരീരത്തിലെ ഇപ്പം പ്രത്യേകിച്ചും മനുഷ്യൻ്റെ വിരലുകളെ കൊണ്ട് ശുക്ർ നടത്തണം. വിരലുകളാണ് ഇപ്പം മനുഷ്യൻ്റെ നാവല്ല കൂടുതൽ സംസാരിക്കുന്നത്, വിരലാണല്ലോ. ഒക്കെ ടച്ചല്ലേ എല്ലാം. അത് ആ ടച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓരോരുത്തരും ടച്ച് ചെയ്യുമ്പോൾ അത് നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെൻഡ് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. അവിടെ നമുക്ക് ശുക്ർ ഉണ്ടാക്കണം. ജീവിതത്തിൻ്റെ ഓരോ സംവിധാനത്തിലും സഹോദരങ്ങളെ അത് വേണം. നമുക്ക് അല്ലാഹു നൽകിയ ഈ നിഅമത്തുകളെ തിരിച്ചറിഞ്ഞ് ഈ രീതിയിൽ നമ്മുടെ എല്ലാ അവയവങ്ങളെ കൊണ്ടും ശുക്ർ ചെയ്യുന്നവരായി നാം മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല മനുഷ്യരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്കൊരുപാട് വികാരങ്ങളുണ്ട്, ഇമോഷൻസ്. മനുഷ്യനങ്ങനെ വികാരജീവിയാണ്. നമുക്കറിയാം എല്ലാ വികാരങ്ങളുടെയും ഉറവിടം ഹൃദയമാണ്. എല്ലാറ്റിൻ്റെയും ഉറവിടം അതാണ്. അവിടെ നിന്നുണ്ടാകേണ്ട ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് ശുക്റായിരിക്കും. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കിത് അനുഭവപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് കിട്ടാത്ത, ഈ വെള്ളം കിട്ടാത്ത, വെള്ളം കുടിക്കാൻ കഴിയാത്ത, വെള്ളം ഇറക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള നാടുകളെക്കുറിച്ചോ ആളുകളെക്കുറിച്ചോ രോഗികളെക്കുറിച്ചോ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് കേൾക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലേക്കത് പ്രവേശിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. അതിലേക്ക് നമ്മളെത്തും. അപ്പോൾ യഥാർത്ഥത്തിൽ നോക്കൂ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശുക്ർ വന്നാൽ നമ്മുടെ മറ്റു അവയവങ്ങളൊക്കെ സ്വാഭാവികമായി അതിൻ്റെ കൂടെ വരും. അതാണ് അവിടെ നമ്മൾ ശരിയാക്കിയെടുക്കണം. അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട സമയം. നോക്കൂ, നാവിൻ്റെ ശുക്ർ എന്ന് പറയുന്നത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ശുക്റുൽ ലിസാൻ ദിക്റുൻ. ദിക്റാണ് യഥാർത്ഥത്തിൽ നാവിൻ്റെ ശുക്ർ എന്ന് പറയുന്നത്. ദിക്ർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നതല്ല, മറിച്ച് ആ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറൊക്കെ നമ്മൾ പറയേണ്ടത് യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. സഹിക്കാൻ പറ്റാത്ത ഒരു വികാരം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ റബ്ബെനിക്ക് നൽകിയ വല്ലാത്ത ഈ അനുഗ്രഹം, അതിൻ്റെ അനുഭൂതി കിട്ടിയപ്പോൾ, ആസ്വദിച്ചപ്പോൾ, അതുപോലെ ശുക്റുൽ ജവാരിഹി ഇബാദത്തു. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ വാചകം അതാണ്. മറ്റു അവയവങ്ങളെ കൊണ്ടുള്ള ഒരുപാട് ശുക്ർ നമ്മൾ പറഞ്ഞല്ലോ. അതൊക്കെ എന്താണ്? അതൊക്കെ ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറയുമ്പോൾ നോക്കൂ, ഇബാദത്ത് എന്ന് പറയുന്നത് പോലും കേവലം ആചാരങ്ങളായി മാറി, അതര വ്യായാമങ്ങളായി മാറി.
ഇബാദത്ത് യഥാർത്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഇബാദത്ത് എന്ന്. ഇബാദത്ത് എന്നത് എവിടെ നിന്ന് ഉണ്ടാകണമെന്ന് വെച്ചാൽ ഷിദ്ദത്തു മഹബ്ബത്തില്ലാഹ്, അള്ളാഹുവിനോട് തോന്നുന്ന അതിരറ്റ സ്നേഹത്തിൽ നിന്നാണ് ഇബാദത്ത് വരേണ്ടത്. ആ ഇബാദത്ത് യഥാർത്ഥത്തിൽ ശുക്റായി മാറും. ഇതെല്ലാം പരസ്പരം അവസാനം എത്തിച്ചേരുന്നത് നമ്മുടെ ഈമാനിലേക്കാണ്. ഈമാനാണല്ലോ നമ്മളെ രക്ഷപ്പെടുത്തുക. അപ്പം ഖൽബ് കൊണ്ടുള്ള ശുക്ർ, നാവ് കൊണ്ടുള്ള ശുക്ർ, മറ്റു അവയവങ്ങളെ കൊണ്ടുള്ള ശുക്ർ, ഇതൊക്കെ യഥാർത്ഥത്തിൽ അവസാനം എത്തുന്നത് നമ്മുടെ ഈമാനിലേക്കാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. പരിശോധിച്ചാൽ അറിയാം, ഈമാനുള്ളവരാണ് അല്ലാഹുവിനോട് കഠിനമായ സ്നേഹമുള്ളവർ. കാരണം അവരുടെ ഇബാദത്തുകൾ വന്നത് ഈമാനിൽ നിന്നാണ്. അവരുടെ നാവ് കൊണ്ടുള്ള ശുക്ർ ദിക്റായി, അവരുടെ ഖൽബ് നിറയെ ശുക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു പോയൊരു വിഷയമാണ് സഹോദരങ്ങളെ. നബി പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽനി ലക ശക്കാറൻ ലക ദക്കാറൻ. ശക്കാർ, അത് ഷാക്കിർ എന്നുള്ളതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അല്ലാഹുവേ, എന്നെ നീ ശക്കാറാക്കണം. ഷാക്കിറാക്കിയാൽ പോരാ, അതിശക്തമായി നിന്നോട് ശുക്ർ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ സ്വലാത്ത്, ഒരൊറ്റ നമസ്കാരം പോലും അവസാനിപ്പിച്ചിരുന്നില്ല എന്ത് പറയാതെ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതിക. അല്ലാഹുവേ, നിനക്ക് ശുക്ർ ചെയ്യാൻ എന്നെ നീ സഹായിക്കണം. നമുക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ അത്തരത്തിലുള്ള ഒരു വികാരം ഉണ്ടാകട്ടെ, അതാണ് വേണ്ടത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം സഹോദരന്മാർ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖസ്ലതാനി മൻ കാന ഫീഹി കതബഹുല്ലാഹു ഷാക്കിറൻ സാബിറൻ. രണ്ട് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം ഷാക്കിറുമാണ് സാബിറുമാണ്. അതില്ലെങ്കിലോ അവൻ ഷാക്കിറുമല്ല സാബിറുമല്ല. അപ്പോൾ നമുക്ക് നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് എന്താണ് ഒന്നാമത്തെ കാര്യം? മൻ നമറ ഫീ ദീനിഹി ഇലാ മൻ ഹുവ ഫൗഖഹു ഫഖ്തദാ ബി. ദീനിന്റെ വിഷയത്തിൽ തന്നേക്കാൾ നന്നായി ദീനനുസരിച്ച് ജീവിക്കുന്ന, അമൽ ചെയ്യുന്ന ഒരാളിലേക്ക് നോക്കുകയും എന്നിട്ട് അയാളെ ഫോളോ ചെയ്യുകയും ചെയ്താൽ പറ്റുമോ? അതുപോലെ തന്നെ വനദറ ഫീ ദുനിയാഹു ഇലാ മൻ ഹുവ ദൂനഹു. ദുനിയാവിന്റെ വിഷയത്തിൽ അവനേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം, മുകളിലേക്ക് നോക്കണം. അപ്പൊ ദീനിന്റെ വിഷയത്തിൽ മുകളിലേക്ക് നോക്കണം, ദുനിയാവിന്റെ വിഷയത്തിൽ താഴേക്ക് നോക്കണം. അപ്പോഴോ അപ്പൊ നമുക്ക് എന്ത് കഴിയുന്നോ? അപ്പൊ നമ്മളും പറയും, ദാവൂദ് നബി പറഞ്ഞതുപോലെ, സുലൈമാൻ നബി പറഞ്ഞതുപോലെ നമ്മളും പറയും, അൽഹംദുലില്ലാഹ് അല്ലദീ ഫദ്ദലനാ. പറയും, നമുക്ക് തോന്നും പറയാനപ്പോ. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ നോക്കി അങ്ങനെ പറഞ്ഞാൽ കതബഹുല്ലാഹു ഷാക്കിറൻ സാബിറൻ. അള്ളാഹു അവനെ ഷാക്കിറായി സാബിറായി രേഖപ്പെടുത്തും. അള്ളാഹു കൊടുത്തുന്ന ഉൾപ്പെടുത്തുമാറാണ്. പക്ഷെ നമ്മളെവിടെയാണ്? രണ്ടാമത്തേത് അദ്ദേഹം പറയുന്നത് വമൻ നദറ ഫീ ദീനിഹി ഇലാ മൻ ഹുവ ദൂനഹു. ദീനിന്റെ വിഷയത്തിൽ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കും. അവിടെ സുബഹിക്ക് ലേറ്റൊന്നും ഇല്ലല്ലോ, നമ്മൾ ഹാപ്പി ആയി അല്ലേ? നിങ്ങൾ ആലോചിച്ചു. ഞാൻ ആർക്കും തോന്നിപ്പോകരുത്, ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മൾ താഴേക്ക് നോക്കും, എന്നിട്ട് ദുനിയാവിലോ മുകളിലുള്ളവരിലേക്ക് നോക്കും. കാരണം നമ്മുടെ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ ഇതാ പറഞ്ഞു തരുന്നത്. വലിയ വലിയ ആളുകളുടെ കഥ പറഞ്ഞു തന്നിട്ട് നമ്മളെ ഏതോ ലോകത്തേക്ക് കൊണ്ടുപോകാം, നിരാശയുടെ മടിത്തട്ടിലേക്ക് കൊണ്ടുപോകാം. നേരെ തിരിച്ചാ നമ്മൾ വരേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ തോന്നുന്നു? നമുക്ക് ഭയങ്കര സങ്കടം വരും. എനിക്ക് അത്ര പൈസ ഇല്ലല്ലോ, സങ്കടം. എനിക്കത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ, ആ കച്ചവടം എനിക്ക് കിട്ടിയില്ലല്ലോ. ഇത് വരും. അപ്പോഴോ എന്താണ് നമ്മുടെ ഹൃദയത്തിലായത് വരുന്നത്? അപ്പോൾ അള്ളാഹു അവനെ ഷാക്കിറോ സാബിറോ ആയി എഴുതൂല, മറിച്ച് അസ്വസ്ഥതയുള്ളവനായാണ് എഴുതുക. സഹോദരങ്ങളെ, ഇതൊരിക്കലും നമുക്ക് സംഭവിക്കും. ഒരു പ്രാർത്ഥന രണ്ട് രീതിയിൽ അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് അത് സുലൈമാൻ നബി പ്രാർത്ഥിച്ചതാണ്. സുലൈമാൻ നബിയുടെ ജീവിതം മഹാത്ഭുതമാണ്.
ലോക ചരിത്രത്തിൽ ഇന്നേ വരെ സുലൈമാൻ എന്ന പ്രവാചകനെ പോലെ അലൈഹിസ്സലാം ധനികനോ ധനാഢ്യനോ വിശാലത ജീവിതത്തിൽ അനുഭവിച്ചവനായി വേറെ ആളുണ്ടാവും. പറയണ്ടല്ലോ ഞാൻ പ്രത്യേകിച്ച്. അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈഹി വഅലാ വാലിദൈ. എല്ലാവരും ശ്രദ്ധിക്കണം, ഓരോരുത്തരും പ്രാർത്ഥിക്കണം, ഓരോരുത്തരും പ്രാർത്ഥിക്കണം. സൂറത്തുൻ നംലിൽ ആ കഥ പറയുന്ന ഭാഗം 19-ാമത്തെ വചനമാണ്. ആ കഥ പറയുന്ന ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഭയങ്കര ഹൃദയസ്പർക്കാണ്. അദ്ദേഹം ഞെട്ടിപ്പോയതാണ്. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കണം, അല്ലാഹുവേ ഔസിഅനി, എനിക്ക് നീ പ്രചോദനം നൽകണം, എന്നെ തോന്നിപ്പിക്കണം, അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈഹി, നീ എനിക്ക് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ. ഓരോരുത്തരും ശ്രദ്ധിക്കണം. എനിക്ക് മാത്രമല്ല, വഅലാ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾ. ആലോചിക്കൂ, നമ്മൾ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ ഇരുന്നിട്ട്? ഏതെങ്കിലും ഒരു നമ്മുടെ കുട്ടികളെ ഇങ്ങനെ ഓർക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചിട്ടുണ്ട്? അത് ഞാൻ പറഞ്ഞത്, തീന്മേശയിൽ ചർച്ച വേണം ഉപ്പയുടെ മുമ്പത്തെ കാലത്തെക്കുറിച്ച്, ഉമ്മയുടെ മുമ്പത്തെ ദിവസങ്ങളെക്കുറിച്ച്. അപ്പൊ കുട്ടി പ്രാർത്ഥിക്കും, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. പോരാ, വഅൻ അഅമല സാലിഹൻ തർദാ, അതിന്റെ അടിസ്ഥാനത്തിൽ നിനക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് നീ അനുഗ്രഹം നൽകണം. പോരാ, വഅദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സ്സാലിഹീൻ, നിന്റെ കാരുണ്യം കൊണ്ട് നിന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തുക. ഇതേ പ്രാർത്ഥന ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് 40 വയസ്സായാൽ ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വ40 സന, ഒരാളിങ്ങനെ അധ്വാനിച്ചു, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു, ജോലിയൊക്കെ കിട്ടി, ബിസിനസ്സൊക്കെ തുടങ്ങി, നല്ല കരുത്തുണ്ടായി. അങ്ങനെ 40 വയസ്സായപ്പോൾ ഇവന് പറയണം, പ്രാർത്ഥിക്കണം, എന്ത്? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈഹി. 40 വയസ്സായവരൊക്കെ പ്രാർത്ഥിക്കണം, റബ്ബേ നീ എനിക്ക് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ എനിക്ക് നീ പ്രചോദനം നൽകണം. എനിക്ക് മാത്രമല്ല, വഅലാ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾ. പോരാ, വഅൻ അഅമല സാലിഹൻ തർദാ, നീ തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് തരണം. ഇനി ശ്രദ്ധിച്ചോ, അത് പ്രധാനമാണ്. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, ശുക്ർ ഉണ്ടായാൽ നമ്മളെ മക്കൾ രക്ഷപ്പെടും. എല്ലാവർക്കും ഒന്നും ആവലാതി അതല്ലേ, മക്കൾ രക്ഷപ്പെടുന്ന മക്കൾ. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, 40-ാമത്തെ വയസ്സ് മുതൽ ഓരോ വിശ്വാസിയും ഹൃദയത്തിൽ ശുക്ർ പ്രവേശിപ്പിച്ച ശേഷം റബ്ബിനോട് ചോദിക്കണം, വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എൻ്റെ മക്കളെ, എൻ്റെ സന്താനങ്ങളെ നീ എനിക്ക് നന്നാക്കി തരണം. ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ, ഞാനിതാ 2 കൈയും നീട്ടി റബ്ബേ നിന്റെ അടുത്തേക്ക് വരുന്നു, മുസ്ലിമാണ് ഞാൻ, പരിപൂർണമായി നിന്നെ കീഴൊതുങ്ങി ജീവിക്കുന്നവരാണ്, അതുകൊണ്ട് എന്നെ സഹായിക്കും. സഹോദരങ്ങളെ, ഇതെല്ലാവരും ശ്രദ്ധിക്കണം. പള്ളിയിൽ വരുമ്പോൾ ഈ പള്ളിയുടെ ഭംഗിയും വൃത്തിയും സൗകര്യമൊക്കെ കാണുമ്പോൾ സത്യത്തിൽ വല്ലാത്ത സന്തോഷം തോന്നും. ഈ മഹല്ലിൽ ജീവിക്കുന്നവരോടും ഈ പള്ളിയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടുമൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ശുക്ർ ഈ പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഈ ശുക്ർ ഉണ്ടാകുന്ന രീതിയിൽ ഇത് മാറ്റാൻ നമുക്ക് സാധിക്കണം. റമദാൻ വരുന്നു, ഇതൊരു കേവല മതിലുകളുടെ ചുമരുകളുടെ കൂടാകരുത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയാണ് ഇവിടുന്ന് നിർഗളിക്കേണ്ടത്. അത് നിർഗളിക്കാൻ വേണ്ടിയായിരിക്കണം ഉണ്ടാകണം. റമദാനിന്റെ മാസമാണ്, ഖുർആനിന്റെ മാസമാണ് റമദാൻ. പറ്റുമെങ്കിൽ ഞാനൊരു നിർദ്ദേശം വെക്കുകയാണ്, സഹോദരന്മാരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു ദുനിയാവിലേക്ക് നമ്മോട് സംസാരിച്ചതാണ് ഖുർആൻ. ഒരാവർത്തിയെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്നറിയാൻ നമ്മൾ ശ്രമിക്കണ്ടേ? ഈ റമദാനിലെ 30 ദിവസത്തിൽ ഏതെങ്കിലും ഒരു വക്തിന് ശേഷം, സൗകര്യമുള്ള ഒരു വക്തിന് ശേഷം, ഈ പള്ളിയുടെ ഒരു മൂലയിൽ ഒരുമിച്ച് കൂടി ഈ പ്രദേശത്തുള്ള വരാൻ കഴിയുന്നവരൊക്കെ ഇരുന്ന് ഒരു സൂറത്തിൻ്റെ ആശയമൊന്ന് മനസ്സിലാക്കിക്കൂടെ? നല്ല ഉസ്താദല്ലേ നിങ്ങൾക്ക് ഇവിടെ?
ഇതാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ റബ്ബ് തന്നതാണ്. ഇതിന് ശുക്ർ കാണിച്ചില്ലെങ്കിൽ അള്ളാഹു തിരിച്ചെടുക്കും. അള്ളാഹുവിൻ്റെ സ്വഭാവം അതാണ് ഞാൻ ഓതി വെച്ച ആയത്തിൻ്റെ അവസാന ഭാഗം. അള്ളാഹു ഈ നിഅമത്തുകൾക്ക് നാം ശുക്ർ കാണിച്ചില്ലെങ്കിൽ വിശപ്പും പേടിയും തരും. ഭയപ്പെടണം, പട്ടിണി വരും, പേടി വരും. രണ്ടാമത്തത് നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പേടിയിൽ തന്നെയാണ്. എല്ലാവരും പേടിയില്ല, പട്ടിണി എത്തിയിട്ടില്ല, പേടി. പക്ഷെ പേടി വരുമ്പോഴും പേടിയുടെ കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ വിചാരിച്ചത് ഏതോ രാഷ്ട്രീയക്കാരനാണ് കാരണം എന്നാണ്. ആ പാർട്ടി മാറി ഈ പാർട്ടി വന്നാൽ, ആ കൊടി മാറി ഈ കൊടി വന്നാൽ സമാധാനം കിട്ടുമെന്നാണ് വിചാരിച്ചത്. വിഡ്ഢിത്താട്ടോ, വിഡ്ഢിത്തമാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മളറിയേണ്ടത് സമാധാനം റബ്ബിൻ്റെ അടുത്താണ് കിട്ടേണ്ടത്. റബ്ബിൻ്റെ സമാധാനം കിട്ടണമെങ്കിൽ നമ്മുടെ ഖൽബ് നിറയെ ശുക്ർ വേണം. അതാണ് ഫഅദാഖഅല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. എന്താ കാരണം? നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം. അള്ളാഹു എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പള്ളിയിൽ ഇത്ര സൗന്ദര്യത്തിൽ അനുഭവിച്ചൊരുക്കുന്നതിന് വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും അർഹമുർ-റഹീമീനായ റബ്ബേ, നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ-റഹീമീനായ റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും ഈ രീതിയിൽ നിന്നോട് നല്ല ശുക്റുള്ള നല്ല അടിമകളായിത്തീരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ഞങ്ങളിൽ നിന്ന് ഇന്നലെ വിട്ടുപോയ ഞങ്ങളുടെ സഹോദരി, അവരുടെ ബന്ധുക്കളോട് നമുക്ക് പറയാനുള്ളത് അവർ ഷഹീദാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പ്രസവത്തിൽ മരണപ്പെട്ടവർ ഷഹീദാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ ബന്ധുക്കൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. അവരുടെ മക്കൾക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. റഹ്മുർ-റഹീമീനായ റബ്ബേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളുടെ സഹോദരങ്ങൾ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടിരിക്കും. അവർക്കൊക്കെ നീ ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين